ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കൊരു സിമ്പിൾ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ? ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലും വളരെ കുറഞ്ഞ ചേരുവകളും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി എന്നൊക്കെ പറയാം. അപ്പോൾ അവനെ നമ്മൾ എങ്ങനെയാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തൈരുണ്ട്, കറിവേപ്പിലയുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, പിന്നെ മസാലപ്പൊടിയുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അതിലേക്ക് മസാലപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകോ അല്ലെങ്കിൽ മുളകോ പൊടിച്ചത് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത്രയും ഐറ്റംസ് മാത്രം മതി നമ്മളുടെ മസാലകളായിട്ട് തന്നെ. അതിനുശേഷം ഈ കൂട്ടുകൾ നല്ലതുപോലെ ഒന്ന് തിരുമ്മി മസാല ചിക്കൻ പീസുകളിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറുകപ്പട്ടയും കറയാമ്പും അതേപോലെ ഏലക്കയും ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം തന്നെ നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വെറുതെ വെന്താൽ മാത്രം പോരാ, ഇത് നല്ലതുപോലെ ഒന്ന് ബ്രൗണിഷ് ആവുന്നത് വരെ ഇതൊന്ന് മൊരിഞ്ഞ് വരണം. കറിവേപ്പിലയും നമുക്ക് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറൊക്കെ ആയി മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിയുന്നത് വരെയും ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ചിക്കൻ കറിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. അതേപോലെ നല്ല തിക്ക് ഗ്രേവിയും കളർഫുള്ളായിട്ടുള്ള ഗ്രേവിയും ഉണ്ടാവുള്ളൂ. തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോട്ടോ. ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ അരിഞ്ഞെന്ന് മാത്രം. പിന്നീട് അതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കാലിങ്ങനെ അതിനെ പിടിച്ചിട്ടിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്തങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ആ മസാല കൂട്ടിലേക്കൊന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിനെ പതിയെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ചെറിയ തീയിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പാകമാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ തിളച്ചിങ്ങനെ മറിഞ്ഞിങ്ങനെ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഗ്രേവിയൊക്കെ നല്ലപോലെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറയും, ചാറ് കുറവായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റുള്ള നല്ല ഒരു ചിക്കൻ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാകും. സ്നേഹത്തോടെ അല്ലു.